ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്കാപിക്സ്. കിയ കുറച്ചു കാലം മുമ്പ് അവരുടെ കാരൻസ് എന്ന് പറയുന്ന MPVയുടെ ഡിസൈൻ സ്കെച്ചസ് പുറത്തുവിട്ടിരുന്നു. ഇതിലൂടെ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ എക്സ്റ്റീരിയറിൻ്റെയും ഡിസൈൻ എല്ലാം നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓവറോൾ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സെൽട്ടോസ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണെന്ന് പറയാം. അതായത് കൂടുതലും സെൽട്ടോസിൽ തന്നെയാണ് ഈ വാഹനവും ബേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് ലാമ്പ്സും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പിൽ ഈ വാഹനത്തിൽ DRLs കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പൈഡ് പിക്കൊക്കെ വന്ന സമയത്ത്, അതായത് ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് വാഹനം സ്പോട്ട് ചെയ്ത സമയത്ത് DRLസും ടോപ്പിൽ കത്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഹെഡ് ലാമ്പ്സിൻ്റെ പ്ലേസ്മെൻറ്റും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റും ഒന്നും എന്തായാലും സെൽട്ടോസിലെ പോലെ ആയിരിക്കില്ല. ഇതിലിപ്പോൾ കുറച്ച് സ്പൈഡ് പിക്സ് ഒക്കെ വന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ താഴത്ത് കൊടുത്തിരിക്കുന്ന ഏരിയ, അതായത് ഹെഡ് ലാമ്പ്സ് ഈ DRLസിന് തൊട്ട് താഴെ വരുന്ന ഏരിയ ഈ വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ്സിൻ്റെ യൂണിറ്റ് ആണ്. പക്ഷേ അതേസമയം മുകളിൽ കംപ്ലീറ്റ് DRLസിൻ്റെ യൂണിറ്റും അതുപോലെ ഡ്യുവൽ ഫംഗ്ഷൻ LED DRLs ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുതന്നെയാണ് സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ആണ് ടോപ്പിൽ വരുന്നത്. താഴത്താണ് നമ്മുടെ മെയിൻ ഹെഡ് ലാമ്പ്സിൻ്റെ ഏരിയ വരുന്നത്. ഫോഗ് ലാമ്പ്സിൻ്റെ ഏരിയയും താഴത്തായിട്ട് വരുന്നുണ്ട്. ഈ വാഹനത്തിലും നമ്മൾ സാധാരണ കിയയുടെ വാഹനങ്ങളിലൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള ടൈഗർ നോസ് ഗ്രിൽ അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോൾ ഈ ഡിസൈൻ സ്കെച്ചസിൽ അത് അത്ര വിസിബിൾ ആയിട്ട് കാണുന്നില്ല. പക്ഷേ റിയൽ പ്രൊഡക്ഷൻ സ്പെക് മോഡലിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രില്ല് തന്നെ ആയിരിക്കും മിക്കവാറും ഈ ഒരു വാഹനത്തിലും കൊടുക്കാൻ പോകുന്നത്. എന്തായാലും ആ ഗ്രില്ല് കണ്ടിട്ട് ഇത് കുറച്ച് സ്ലീക്ക് ആയതുപോലുണ്ട്. അത്ര വലിയൊരു ഗ്രില്ലല്ല ഇതിൽ. ഇനി ബമ്പറിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഈ വാഹനത്തിൽ കുറച്ചധികം സിൽവർ എലമെൻസ് ഒക്കെ ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴത്താണെങ്കിലും ഒരു സിൽവർ കളർ സ്കിഡ് പ്ലേറ്റും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ ഈ അൺവീൽ ചെയ്ത ഡിസൈൻ സ്കെച്ചസിൻ്റെ കൂട്ടത്തിൽ ഫോഗ് ലാമ്പ്സിൻ്റെ ഒരു സ്ലോട്ട് ഇവിടെ കാണാനില്ല. പക്ഷേ ഇതിൻ്റെ കുറച്ച് സ്പൈഡ് പിക്സ് വന്ന സമയത്ത് ഫോഗ് ലാമ്പ്സിന് ഒരു ഇൻസേർട്ട് അവരോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓവറോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ സമയത്തൊക്കെ കണ്ട ആ സെയിം ഡിസൈനുള്ള അലോയ്സിൻ്റെ സ്കെച്ചസ് ആണ് ഇവരിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു 5 സ്പോക്ക് അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിൽ വരാൻ പോകുന്നത്. നമ്മൾ ടെസ്റ്റിങ്ങിൽ കണ്ടത് ബ്ലാക്ക് അലോയ്സിൽ ക്രോം ഫിനിഷ് ഉള്ള മോഡലായിരുന്നു. അതുതന്നെ ആയിരിക്കാം മിക്കവാറും പ്രൊഡക്ഷൻ സ്പെക് മോഡലിലേക്കും വരാൻ പോകുന്നത്. ഇതിൻ്റെ സൈസ് 17 ഇഞ്ച് ആയിരിക്കും. മിക്കവാറും 17 ഇഞ്ച് ആവാനാണ് സാധ്യത. ഇതിൽ തന്നെ ഇപ്പോൾ ഇതൊരു MPV ആയിട്ട് പോലും അവർ സൈഡ് ബോഡി ക്ലാഡിങ്സും അതുപോലെ ബ്ലാക്ക് കളറിലുള്ള വീൽ ആർച്ചസും കാര്യങ്ങളും എല്ലാം ഈ വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ടിപ്പിക്കൽ MPV സ്റ്റാൻഡ്സ് ആയിരിക്കില്ല മിക്കവാറും ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ ഉണ്ടാവുന്നത്. ഇനി ടോപ്പിലേക്ക് വരികയാണെങ്കിൽ തന്നെ വിൻഡോ ലൈൻ്റെ താഴത്തെ ഒരു ക്രോം എലമെന്റ് അവൈലബിൾ ആണ്. ത്രൂ ഔട്ട് റൺ ചെയ്യുന്നുണ്ട്. റൂഫ് റെയിൽസും ഈ വാഹനത്തിൽ കിയ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഫംഗ്ഷണൽ ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടിയുള്ള എക്യുപ്മെന്റ് മാത്രമായിരിക്കും. പക്ഷെ എന്തായാലും ഒരു ഫീച്ചറായിട്ട് നോക്കുകയാണെങ്കിൽ റൂഫ് റെയിൽസ് ഇതിൽ കിയ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവർ കാണിച്ചിരിക്കുന്ന ഡിസൈൻ സ്കെച്ചസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ A, B, C തുടങ്ങിയ പില്ലേഴ്സ് എല്ലാം കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. പക്ഷേ പ്രൊഡക്ഷൻ സ്പെക് മോഡലിലേക്ക് വരുമ്പോൾ നമ്മളത് കണ്ടറിയേണ്ടി വരും. ORVMs മറ്റൊക്കെ നമ്മൾ സെൽട്ടോസിലും സോണറ്റിലും ഒക്കെ കണ്ടുവന്ന ഒരു സെയിം യൂണിറ്റ് തന്നെ ആയിരിക്കും. ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഏകദേശം സിമിലർ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. ഇനി ഇതിൻ്റെ റിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഈ സ്കെച്ചസ് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ വണ്ടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഡിസൈൻ അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി റൂഫിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ റിയർ സ്പോയിലർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഹൈ മോഡ് സ്റ്റോപ്പ് ലാമ്പ്സിൻ്റെ ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം മുകളിൽ വരുന്നത്. ഇതിപ്പോൾ ഡിസൈൻ സ്കെച്ചസ് ആയതുകൊണ്ട് ഇതിൽ പുറകിൽ വൈപ്പറും വാഷറും ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും റിയൽ മോഡലിലേക്ക് വരുമ്പം പുറകിൽ വൈപ്പർ, വാഷർ, ഡീഫോഗർ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. ഈ വാഹനത്തിൽ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും ഇപ്പോൾ ഈ സ്കെച്ചസിൽ കാണിച്ചിട്ടില്ല. അതും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ടെയിൽ ലാമ്പ്സിലേക്ക് വരികയാണെങ്കിൽ ബൂട്ടിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള സ്പ്ലിറ്റ് ടെയിൽ ലാമ്പ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. സൈഡിലാണെങ്കിലും താഴത്തേക്ക് കുറച്ചൊരു എക്സ്റ്റൻഷനും ഈ ടെയിൽ ലാമ്പ്സിൽ വരുന്നുണ്ട്. ഇനി ടെയിൽ ലാമ്പ്സ് തമ്മിൽ ഇന്റർകണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ചെറിയ എലമെന്റ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ റിഫ്ലക്റ്റേഴ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ സോണിലൊക്കെ അവർ കണക്റ്റഡ് എലമെന്റ് കണ്ടതിൽ ലൈറ്റ് ഇല്ലായിരുന്നു, ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ വാഹനത്തിലും മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആവാൻ ഒരു സാധ്യത ഉള്ളത്. ടെയിൽ ലാമ്പ്സിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഡിസൈൻ വൈസ് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഈ വാഹനത്തിൽ എന്തായാലും LED ടെയിൽ ലാമ്പ്സ് തന്നെയായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി താഴെ ബമ്പേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ബമ്പറിൻ്റെ ഡിസൈൻ ആക്ച്വലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു അഗ്രസീവ് ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിയയുടെ ഏതൊരു വാഹനത്തിൻ്റെ റിയറും ഫ്രണ്ടും ബമ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു അഗ്രസീവ് ആണ്. നമ്മളിപ്പോൾ ഹ്യുണ്ടായി വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഡിസൈൻ കുറച്ചും കൂടി ഒന്ന് മോഡേൺ ആക്കി എടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. മോഡേൺ അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടിയാണ് കിയയുടെ ഡിസൈൻസ്. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെയും താഴത്തെ ബമ്പർ അവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് അപ്കമിങ് കിയ കാരൻസിൻ്റെ ഓവറോൾ എക്സ്റ്റീരിയർ ഡിസൈൻ. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനും അവർ ഇതുപോലെ സ്കെച്ചസ് ആയിട്ട് തന്നെ പുറത്ത് വിട്ടിരുന്നു. സോ ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് നമ്മൾ സ്ഥിരം കിയ വാഹനങ്ങളൊക്കെ കണ്ട് പരിചിതമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ MIDയുടെ കൺട്രോൾസ് ഉണ്ട്. പിന്നെ ഒരു സ്പൈ ഷോട്ട് ഞാൻ കണ്ടതിൽ ഈ വാഹനത്തിൽ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ഇല്ലായിരുന്നു. അതിനിപ്പോൾ റിയൽ സ്പെക് മോഡലിലേക്ക് വരുമ്പോൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ സ്പൈ ഷോട്ടിൽ അവരെല്ലാ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. എവിടെയും പ്ലെയിൻ ഏരിയ കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ക്രൂസ് കൺട്രോൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന കാര്യം നമ്മൾ ശരിക്കും ഈ വാഹനത്തിന് അൺവീലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റിൻ്റെ ഡിസൈൻ എന്തായാലും ഈ ഒരു സ്പൈഡ് പിക്കിലൂടെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഇതിൻ്റെ ചില സ്പൈഡ് പിക്സ് വന്നതിൽ ഈ വാഹനത്തിൽ പാഡൽ ഷിഫ്റ്റേഴ്സും സ്പോട്ട് ചെയ്തിരുന്നു. കുറേയൊക്കെ കോമൺ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലും ഉണ്ടാവും. അതായത് ഇപ്പോൾ സെൽട്ടോസും സോണറ്റിലും ഒക്കെ ഉള്ള കുറച്ചധികം ഫീച്ചേഴ്സ് ഈ വാഹനത്തിലും എന്തായാലും കിയ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിലും സെയിം 10.25 ഇഞ്ചസിന് ടച്ച് സ്ക്രീൻ പുട്ടിംഗ് സിസ്റ്റം തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇങ്ങനത്തെ കണക്ടിവിറ്റി ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെ കിയയുടെ യുവോ കണക്റ്റഡ് കാർ ടെക്നോളജിയും ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ ലേഔട്ട്, അതായത് ഇന്റീരിയറിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെ ആയിരിക്കും ഈ വാഹനത്തിന്
വാഹനത്തിൻ്റെ ഡിസൈൻ വരാൻ പോകുന്നത്. ചില വേരിയൻസ് ഇനി അവരെന്തെങ്കിലും ഒരു സ്പോർട്ടി വേരിയൻ്റ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിലെന്തായാലും ഓൾ ബ്ലാക്ക് തീമിൽ തന്നെ ആയിരിക്കും. ഇവരിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന കാര്യം കൺഫേംഡ് ആണ്. പക്ഷേ ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ഇല്ലാതെ എന്തായാലും കിയ ഒരു വാഹനം ഇറക്കില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇനി മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ കുറച്ചധികം ഫീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ സ്പൈഡ് പിക്സിൽ സ്പോട്ട് ചെയ്തിരുന്നു. അതുപോലെ ഫ്രണ്ട് വയർലെസ് ചാർജർ ഈ വാഹനത്തിൽ എക്സ്പെക്റ്റഡ് ആണ്. LED ഹെഡ്ലാമ്പ്സ് ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇതിലൊരു നോർമൽ സൈസ്ഡ് സൺറൂഫും സ്പോട്ട് ചെയ്യപ്പെട്ടിരുന്നു. നോർമൽ സൈസ്ഡ് എന്ന് പറയുമ്പോൾ ഈ ക്രെറ്റയിലൊക്കെ വരുന്ന പോലത്തെ വലിയ പാനറോമിക് സൺറൂഫ് അല്ല, നമ്മൾ സെൽറ്റോസിലും സോണറ്റിലും ഒക്കെ കണ്ട പോലെയുള്ള ഒരു ഡീസൻറ്റ് സൈസ്ഡ് സൺറൂഫ് ഈ വാഹനത്തിലും എന്തായാലും അവൈലബിൾ ആയിരിക്കും. എന്തായാലും ഫീച്ചേഴ്സിലേക്ക് ഞാൻ ഇനിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഹ്യുണ്ടായി കിയ വാഹനങ്ങളിൽ അവർ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കാറുണ്ട്, ഫീച്ചേഴ്സിൽ കോംപ്രമൈസ് ചെയ്യാറില്ല എന്ന്. ഇനി മറ്റുള്ള ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിന് എഞ്ചിൻ ഓപ്ഷൻസ് അതുപോലെ ഇതിൻ്റെ പ്രൈസ് പോയിന്റ് ഇക്കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ ഈ വാഹനത്തിൽ സെൽറ്റോസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിൻ ഓപ്ഷൻസും ട്രാൻസ്മിഷൻ ഓപ്ഷൻസും എല്ലാം അവൈലബിൾ ആയിരിക്കും. അതായത് ഈ വാഹനത്തിലും ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആയിരിക്കും. 115 PS പവറും 144 Nm ടോർക്കുമാണ് ആ ഒരു എഞ്ചിൻ ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നത്. സെൽറ്റോസിൽ ഈ വാഹനം ഓട്ടോമാറ്റിക്കലും മാനുവലും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ സെൽറ്റോസിൽ വരുന്ന ഒരു CVT ഓട്ടോമാറ്റിക് ആണ്, അതും ഈ വാഹനത്തിലും വരാനൊരു സാധ്യതയുണ്ട്. ഇനി അതിന് പുറമെ സെൽറ്റോസിൽ വരുന്ന 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. മാക്സിമം 140 PS അല്ലെങ്കിൽ 138 bhp പവറും ഏകദേശം 242 Nm ടോർക്കുമാണ് ആ ഒരു എഞ്ചിൻ ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നത്. ഈ എഞ്ചിനും സെൽറ്റോസിലും മാനുവലും ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഈ 1.4 ടർബോ പെട്രോൾ 7 സ്പീഡ് DCT കൂടിയാണ് വരുന്നത്. അതിന് പുറമെ 6 സ്പീഡ് മാനുവലും ഈ ഒരു എഞ്ചിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇനി വേറൊരു എഞ്ചിൻ വരുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇതിപ്പോൾ മാക്സിമം 115 PS പവറും 250 Nm ടോർക്കുമാണ് ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിനും സെൽറ്റോസിലും മാനുവലും ഓട്ടോമാറ്റിക്കലും എല്ലാം അവൈലബിൾ ആണ്. ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഡീസലിൽ ടോർക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. അതായത് ഇപ്പോൾ ഈ സെൽറ്റോസിൻ്റെ റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിൻ ഓപ്ഷൻസും അവൈലബിൾ ആണ്, എല്ലാ ട്രാൻസ്മിഷൻ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ആൻഡ് ഈവൻ സെൽറ്റോസിൻ്റെ 1.5 മോഡലും ഇപ്പോൾ IMT കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും മാനുവലിൻ്റെ കാര്യത്തിലാണെങ്കിലും എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സെൽറ്റോസിൽ യാതൊരു കോംപ്രമൈസും കിയ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കും എന്തായാലും ഈ വാഹനത്തിൻ്റെയും കേസ് വരാൻ പോകുന്നത്. ഇതിലിപ്പോൾ IMT വരുമെന്ന കാര്യമാണ് ആകെ ഒരു ഡൗട്ട് ഉള്ളത്. മറ്റുള്ള എഞ്ചിൻ ഓപ്ഷൻസും ട്രാൻസ്മിഷൻ ഓപ്ഷൻസും എല്ലാം ഈ വാഹനത്തിലും ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. എന്തായാലും IMT ഇനി ഒരു പക്ഷേ അവർ ഇനീഷ്യലി ഇറക്കുന്ന സമയത്ത് കൊണ്ടുവന്നില്ലെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ IMT കൊണ്ടുവന്നേക്കാം. ഇനി ഇതിൻ്റെ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് ന്യൂസിൽ വരുന്ന ഈ വാഹനം അൽക്കസാർ ബേസ്ഡ് SUV ആണെന്നാണ്. അതായത് ഇപ്പം ഹ്യുണ്ടായി ക്രെറ്റ എടുത്ത് അൽക്കസാർ ആക്കിയതുപോലെ കിയ സെൽറ്റോസ് എടുത്ത് ഇതിപ്പോൾ കാരൻസ് ആക്കിയതാണെന്നാണ് പലരും പറയുന്നത്. പക്ഷേ വേറെ ചില ന്യൂസ് വരുന്ന അൽക്കസാറിൻ്റെ സൈസ് ഈ വാഹനത്തിന് ഉണ്ടാവില്ല എന്നാണ്. എന്തായാലും ഈ വാഹനത്തിലൊരു പ്രോപ്പർ ബേസ് മോഡൽ സ്പോട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ സ്റ്റീൽ റിംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എന്തായാലും അൽക്കസാറിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഒരു ബേസ് മോഡൽ എന്ന് പറയുന്നത്. അൽക്കസാറിൻ്റെ ബേസ് മോഡലിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു, പാനറോമിക് സൺറൂഫ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വാഹനത്തിലൊരു പ്രോപ്പർ ബേസ് മോഡൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ അൽക്കസാറിൻ്റെ ബേസ്ഡ് ആണെങ്കിൽ തന്നെ പ്രൈസ് കുറച്ചുകൂടെ കുറവായിരിക്കും. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഗ്ലോബൽ പ്രീമിയറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഒരുപാട് കാലമൊന്നും എടുക്കില്ല. 2021 ഡിസംബർ 16 അവർ ഈ വാഹനത്തിൻ്റെ അൺവീലിംഗ് വെച്ചിരിക്കുന്നത്. അന്ന് എന്തായാലും ഈ വാഹനത്തിൻ്റെ ഒരു ഫുള്ളി ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ചാനൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് കൂടി ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.